ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഗൂഗിൾ ബ്ലോഗ് സ്പോട്ട് വെച്ചിട്ട് നമുക്ക് പണമുണ്ടാക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഗൂഗിൾ ബ്ലോഗ് സ്പോട്ട് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ആദ്യം ഞാനൊരു മെയിനായിട്ട് എന്താണ് ഗൂഗിൾ ബ്ലോഗ് സ്പോട്ട് എന്ന് പറഞ്ഞുതരാം. ഇപ്പം നമ്മളായിട്ട് ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുകയാണ്, അതായത് ഫ്രീ വെബ്സൈറ്റാണ്. നമ്മൾ ഫ്രീ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുകയാണ്. നമുക്കല്ലാതെ ഒരു മറ്റേ സൈറ്റ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ കൊടുക്കേണ്ടതായിട്ട് വരും. അതായത് ഒരു 2000 രൂപ നിങ്ങൾ ചിലവാക്കിയാൽ മാത്രമേ നിങ്ങൾക്കൊരു സൈറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റൂ. കാരണം നമുക്ക് ഡൊമൈനും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പോൾ ഇവിടെ വ്യത്യസ്തമായിട്ടുള്ളതെന്ന് വെച്ചാൽ ഗൂഗിൾ നമുക്ക് ഫ്രീ ആയിട്ടൊരു ഡൊമൈൻ തരികയാണ്. അതായത് .com പകരം blogspot.com എന്നുള്ള ഒരു സൈറ്റ് നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഏത് ചാനലല്ല ഏത് സൈറ്റാണോ തുടങ്ങാൻ പോകുന്നത് ആ സൈറ്റിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഉദാഹരണത്തിന് എൻ്റേത് ഇപ്പം മിസ്റ്റർ ബിജോയ് ആണെന്ന് വെച്ചിട്ട് mrbijoy.blogspot.com എന്നായിരിക്കും എൻ്റെ വെബ്സൈറ്റിൻ്റെ പേര്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് എങ്ങനെയാണ് ക്രിയേറ്റ് ഉള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുവഴി നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാനായിട്ട് പറ്റും. കാരണം അത് ഈസി മെത്തേഡാണോ എന്ന് ചോദിച്ചാൽ ഈസി മെത്തേഡ് അല്ല. നമ്മൾ ഒന്നും ഈസി ആയിട്ട് നമ്മൾ ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് പറ്റില്ല. അപ്പം ഞാൻ കുറേ മെത്തേഡ്സ്, വർക്കിംഗ് ആയിട്ടുള്ള മെത്തേഡ്സ് കാണിച്ചു തരും. അപ്പം നിങ്ങളുടെ കഴിവും ഞാൻ പറയുന്ന ഞാൻ ഒരു ഹെൽപ്പ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഞാനും ഇത് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. എങ്ങനെയാണ് ഇതിൽ നമുക്ക് ക്യാഷ് കിട്ടുന്നതും ഗൂഗിൾ എങ്ങനെ നമുക്ക് ക്യാഷ് തരും എന്നുള്ള ഇതെല്ലാം ഞാനിപ്പോൾ ഉടനെ തന്നെ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ എങ്ങനെ നമുക്ക് ഒരു ID ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്രോം ഓപ്പൺ ചെയ്യുക. അല്ല നിങ്ങളെ മൊബൈലായാലും മതി കേട്ടോ. ഇതിന് PC തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ബ്ലോഗ് സ്പോട്ട് എന്ന് അടിക്കുക. ബ്ലോഗ് സ്പോട്ട് സ്ക്രീനിൽ കാണിക്കും പോലെ തന്നെ അടിക്കുക. ബ്ലോഗ് സ്പോട്ട് എന്ന് അടിക്കുക. ഗൂഗിൾ ബ്ലോഗ് സ്പോട്ടാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. അതായത് blogger.com ക്രിയേറ്റ് എ യൂണിക് ആൻഡ് ബ്യൂട്ടിഫുൾ ബ്ലോഗ് ഈസിലി. അതായത് നമ്മളിപ്പം ഓരോരുത്തർ യൂട്യൂബിൽ ബ്ലോഗ് ചെയ്യില്ലേ, അതേപോലെ ഇതിൻ്റെ അകത്ത് നമ്മൾ വിഷ്വൽ കാണിക്കുന്നു, ഇവിടെ നമ്മൾ എഴുതിയാണ് കാണിക്കുന്നത്. ഞാനിപ്പം കാണിച്ചു തരാം. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ക്രിയേറ്റ് ഇങ്ങനെ ഉള്ള സൈറ്റിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടത് കൊണ്ടാണ് ഇതേപോലെ ഓപ്പണായി അങ്ങ് പോയത്. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കില്ല കാണിക്കുന്നത്. ജസ്റ്റ് ഇമെയിൽ ID സെലക്ട് ചെയ്യാനായിട്ട് കാണിക്കും. അതായത് ഇമെയിൽ ID സെലക്ട് ചെയ്ത് കാണിച്ചിട്ടതിന് ശേഷം ഗൂഗിളിൻ്റെ പാസ്വേഡ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഗൂഗിളിൻ്റെ പാസ്വേഡ് കണക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും. അതായത് ചൂസ് എ നെയിം ഫോർ യുവർ ബ്ലോഗ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു പേര് തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാനിപ്പം ഒരു ഉദാഹരണത്തിന് ഓൾ സൗണ്ട്സ് സ്റ്റേഷൻ എന്ന് ചുമ്മാ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുകയാണ്. ഇവിടെ നമുക്ക് സ്പേസ് അലൗഡ് അല്ല. ഞാൻ സ്പേസ് ഒന്ന് മാറ്റിക്കോട്ടെ. സ്പേസ് ഒന്ന് മാറ്റിക്കോട്ടെ. ആ ടൈറ്റിൽ നമുക്ക് നോക്കാം. നെക്സ്റ്റ്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഇതാണ് നിങ്ങളുടെ സൈറ്റിൻ്റെ പേര്, മറ്റേത് ടൈറ്റിലാണ്. ഓക്കെ, അപ്പം നേരത്തെ നമുക്ക് കുഴപ്പമില്ല. അപ്പം നമ്മൾ ഓൾ സൗണ്ട്സ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുകയാണ്. ഓൾ സൗണ്ട്സ് സ്റ്റേഷൻ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പേര് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് അവിടെ ഇടാനായിട്ട് പറ്റും. അപ്പോൾ ഇത് അവൈലബിൾ ആണോ? ദിസ് ബ്ലോഗ് അഡ്രസ് ഈസ് അവൈലബിൾ. ഇപ്പം നമ്മൾ ഉള്ള പേര് തന്നെ അടിച്ചു കഴിഞ്ഞാൽ അത് അവൈലബിൾ അല്ലാന്ന് കാണിക്കും. നിങ്ങൾക്ക് സ്പേസ് ഒന്നും ഇവിടെ ഇടാനായിട്ട് പറ്റില്ല. ഇപ്പം ഉദാഹരണത്തിന് അപ്പം ബിജോയ് എന്ന് പേരടിച്ചു കഴിഞ്ഞാൽ bijoy.blogspot.com എന്ന് നമുക്ക് തുടങ്ങാനായിട്ട് പറ്റും. അപ്പം നമുക്ക് ഞാൻ ബിജോയ് എന്ന് അടിച്ചു നോക്കട്ടെ. സോറി, ദിസ് ബ്ലോഗ് അഡ്രസ് ഈസ് നോട്ട് അവൈലബിൾ. അതായത് വേറൊരു ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നുണ്ട് ഈ പേര്. അപ്പം നമ്മൾ നേരെ നമ്മുടെ കറക്റ്റ് ഓൾ സൗണ്ട് സ്റ്റേഷൻ, ഞാൻ നേരത്തെ തുടങ്ങിയത് തന്നെയാണ് സ്റ്റേഷൻ, ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഇത് അവൈലബിൾ ആണ്. അപ്പം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നമ്മുടെ ഡിസ്പ്ലേ നെയിം, അതായത് നമ്മൾ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന നെയിം ഏതാണെന്നുള്ളത് നിങ്ങൾ കൺഫേം ചെയ്ത് കൊടുക്കുക. അതായത് ഇപ്പോൾ എൻ്റെ ബ്ലോഗ് സ്പോട്ടിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ ബിജോയ് എന്ന് കാണിക്കണമെങ്കിൽ ബിജോയ് എന്ന് കൊടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ആമിനാസ് ഫുഡ് ബ്ലോഗ് അങ്ങനെ കാണിക്കണമെങ്കിൽ അങ്ങനെ. ഇപ്പം അങ്ങനെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കാണിക്കാം. എന്നിട്ട് ഇവിടെ ഫിനിഷ് ഒന്നുണ്ടാവും. അപ്പോൾ പ്രോസസ്സിങ് നടന്നിട്ട് ഫിനിഷിങ് നമ്മുടെ നെറ്റ്വർക്കിൻ്റെ സ്പീഡ് പോലെ. അപ്പോൾ ഇത് ഓക്കെ ആയിട്ടുണ്ട് എല്ലാം. ഇതൊക്കെ കട്ട് ചെയ്യാം. യൂറോപ്യൻ യൂണിയനിലോ അതൊന്നും നമുക്ക് ബാധകമല്ല.
ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ന്യൂ പോസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്ലസ് ചിഹ്നം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്ലസ് ചിഹ്നത്തിലാണ് നമ്മുടെ ഓരോരോ പോസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ന്യൂ പോസ്റ്റ് എന്നുള്ളതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഇൻ്റർഫേസ് ഉണ്ടാവും. ഇൻ്റർഫേസ് ഓക്കെ. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്കുള്ള ഓപ്ഷൻ, പിന്നെ ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കാരണവശാലും ഓരോ വെബ്സൈറ്റിൻ്റെ ലിങ്കുകളിലോട്ട് എടുത്ത് കൊടുക്കാതിരിക്കുക. മെയിനായിട്ട് ആമസോൺ, യൂട്യൂബ്, ഇതൊക്കെ നിങ്ങളൊരു ആഡ് റവന്യൂ ഒക്കെ കിട്ടിത്തുടങ്ങിയതിന് ശേഷം നമ്മൾ അതിലോട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇപ്പോഴേ ജസ്റ്റ് ഒന്ന് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇത് ബാൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ ദാണ്ട ഇതേപോലെ ക്രിയേറ്റ്, ഇപ്പം എന്തായാലും ഞാൻ ഉദാഹരണത്തിന് മിസ്റ്റർ ബിജോ എന്ന് ടൈപ്പ് ചെയ്യണം. അപ്പം നമുക്കിവിടെ ഇത് ഇഷ്ടം ഉള്ളതുപോലെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. എന്താ ടെക്സ്റ്റ് കളർ മാറ്റാം, ഫോൺ സൈസ് സ്മോൾ വേണോ മീഡിയം വേണോ, ഞാനിപ്പോൾ ലാർജ് ഇട്ടു. അപ്പം മിസ്റ്റർ ബിജോ എന്നായി. ഇത് മെയിൻ ഹെഡിങ് ആക്കാനായിട്ട് പറ്റും. അത് എവിടെയോ ആണ്. അതാണ്ട് മേജർ ഹെഡിങ്. ഓക്കെ, അപ്പോൾ മേജർ ഹെഡിങ് ആയപ്പോൾ ഡാർക്കായിട്ട് മിസ്റ്റർ ബിജോ എന്ന് ടൈപ്പ് ചെയ്തു. ഓക്കെ, ഇതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതായത് നിങ്ങൾക്ക് ഇപ്പം ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്തുനിന്ന് നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന ഫോട്ടോസും വീഡിയോസൊക്കെ ഇടാൻ പറ്റും. മെയിനായിട്ട് ഈ കുക്കിംഗ് ചാനൽസൊക്കെ നടത്തുന്നവർക്ക് ഒരു എന്താ പറയുക, നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് വയ്ക്കാൻ, അതായത് എൻ്റെ സൈറ്റിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർ ഇതിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മളിപ്പം നല്ല കണ്ടൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ വരും. അതേപോലെ തന്നെ ഞാനിപ്പോൾ ഒരു ഇതേപോലത്തെ ഒരു ചാനൽ, ഒരു ചാറ്റ് GPT വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അത് ബാൻ ആവുമെന്ന് പോലും അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു വെബ്സൈറ്റ് കാണിച്ചു തരാം. എൻ്റെ വെബ്സൈറ്റാണ്. അങ്ങനെ എനിക്കൊരു വെബ്സൈറ്റ് ഉണ്ട് ഫുഡിൻ്റെ, അതായത് റെസിപ്പി ഹെൽപ്പർ എന്നാണ് എൻ്റെ ബ്ലോഗിൻ്റെ പേര്. അതായത് ഇപ്പം നിങ്ങൾ recipehelper.blogspot.com എന്ന് അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ സൈറ്റ് കിട്ടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ ഇത് തുടങ്ങിയതുകൊണ്ട് ഉടനെ തന്നെ കിട്ടില്ല. ഇപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് എന്താണ്, ഇപ്പം നോക്കിയാൽ ഹൗ ടു മേക്ക് ടേസ്റ്റി ചിക്കൻ കറി അറ്റ് ഹോം, ഈസി മെത്തേഡാണ്. ഹൗ ടു മേക്ക് ചിക്കൻ മോമോസ് അറ്റ് ഹോം, റെസിപ്പി ഫോർ ഹോം മെയ്ഡ് ചിക്കൻ മോമോസ്. ഹൗ ടു മേക്ക് ബട്ടർ ചിക്കൻ, ഈസി റെസിപ്പി ഫോർ ബട്ടർ ചിക്കൻ. അപ്പം ഈ രണ്ടെന്നുള്ളത് കണ്ടോ. ഇപ്പോൾ എനിക്ക് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനലറ്റിക്സിൽ ആൾക്കാർ ഞാൻ ഈ 3 എണ്ണം ഉണ്ടാക്കി, മറ്റത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, അതാണ് ഡ്രാഫ്റ്റിൽ കിടക്കുന്നത്. ഈ 3 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ കറക്റ്റ് നിങ്ങൾക്ക് ഏതാണോ, നിങ്ങൾ ഏത് ഫീൽഡിലാണോ നിങ്ങൾ കിടിലമാണെന്ന്, അതായത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഫുഡിൻ്റെ കാര്യം ചെയ്യുവാണെങ്കിൽ നിങ്ങളിപ്പോൾ എന്തിലാണോ നിങ്ങൾ കിടിലമായിട്ടുള്ളത്, അതായത് മ്യൂസിക് ആണെങ്കിൽ മ്യൂസിക്, ക്രാഫ്റ്റിംഗ് ആണെങ്കിൽ ക്രാഫ്റ്റിംഗ്, അതായത് എങ്ങനെ ഒരു പേപ്പർ ബോട്ട് ഉണ്ടാക്കാം, ഈസി മെത്തേഡായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ആൾക്കാർക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അത് ചെയ്തു കൊടുക്കുക. ഞാനിപ്പം ബട്ടർ ചിക്കൻ്റെ ഒരു ഉദാഹരണം കാണിച്ചത്, ഞാൻ ചെയ്ത മെത്തേഡ് ഇത് ഇങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഈ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇതിനെ മെയിൻ ഹെഡിങ് ആക്കി ഒരു ഇമേജ് എടുത്ത് വച്ചു. എന്നിട്ട് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളെല്ലാം കൊടുത്തു. അടുത്ത് ലാസ്റ്റ് താഴോട്ട് വന്നാൽ ചെയ്യുന്ന മെത്തേഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. താഴെ ഞാനൊരു ചെറിയൊരു വീഡിയോ പോലെ ചെയ്ത് വച്ചിട്ടുമുണ്ട്. ഓക്കെ, ഇത് ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ആയി കഴിഞ്ഞാൽ അവർ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ട്രാഫിക്ക് കൂടുതലായിട്ട്, അതായത് ട്രാഫിക്ക് കൂടുന്നതിനനുസരിച്ചാണ് നിങ്ങൾക്ക് വരുമാനം. അതായത് യൂട്യൂബിൽ നിങ്ങൾക്ക് 1000 വ്യൂസിനാണ് ഇത് എത്ര എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളത് പോലെ തന്നെയാണ് ഇതിലും. 1000 പേര് വന്നു കഴിഞ്ഞാൽ സർട്ടൻ എമൗണ്ട് ഓഫ് മണി നിങ്ങൾക്ക് കിട്ടും. അതായത് എനിക്ക് തോന്നണം ഒരു ഇന്ത്യയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു $2 അടുപ്പിച്ചായിരിക്കും വരിക. $2 എന്ന് വെച്ച് കഴിഞ്ഞാൽ $2 ഇൻ റുപ്പീസ് നോക്കട്ടെ, 205 രൂപ. 205 രൂപ നിങ്ങൾക്ക് 1000 പേര് നിങ്ങളുടെ ഇതിൽ കണ്ടു കഴിഞ്ഞാൽ, 1000 പേര് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 205 രൂപ കിട്ടി. അതായത് ഒരു വ്ളോഗിനാണ്. ഇപ്പം എല്ലാ വ്ളോഗിനും കൂടെ ഒരു മാസം നിങ്ങൾക്ക് 10,000 കിട്ടിക്കഴിഞ്ഞാൽ എത്രയായി? 2,500 രൂപയായി. 2,500 നമ്മൾ കൂടുതലായിട്ടൊന്നും അധ്വാനിക്കേണ്ട, നമ്മളൊരു ജസ്റ്റ് സിമ്പിൾ പരിപാടിയാണ്. നമ്മുടെ ഓരോരോ കഴിവ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഈസി മെത്തേഡിൽ തന്നെ ഇത് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടം എന്താണോ അത് ചെയ്യുക. കുക്കിംഗ് ആയിരിക്കും ഏറ്റവും കൂടുതൽ നമ്മുടെ സെർച്ചിങ്ങിൽ ഏറ്റവും കൂടുതലുള്ളത് കുക്കിങ്ങിൻ്റെ വീഡിയോസാണ്. അപ്പം കുക്കിങ്ങിൻ്റെ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. യൂട്യൂബ് ചാനലിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാം. അതായത് യൂട്യൂബ് ചാനലൊക്കെ റൺ ചെയ്യിപ്പിക്കുന്ന ആൾക്കാർക്ക് ഈസി, അല്ലാത്തവർക്കും ചെയ്യാം. ഇത് മലയാളത്തിൽ ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് ഒരു കുഴപ്പമില്ല. കാരണം ഇത് മലയാളത്തിൽ ടൈപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാളത്തിൽ ടൈപ്പ് ഇട്ട് തന്നെ മലയാളികൾ കാണും. മനസ്സിലായില്ലേ? ഞാനിപ്പോൾ ഇംഗ്ലീഷ് ഇടുന്ന വെച്ചാൽ ഇംഗ്ലീഷിൽ അങ്ങിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇംഗ്ലീഷിൽ നിങ്ങൾക്കിപ്പോൾ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ മറ്റേ മലയാളം കീബോർഡ് ടൈപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വച്ചിട്ടാണ് ചെയ്യുന്നുള്ളവർക്ക് മലയാളം കീബോർഡൊക്കെ ഇതിൻ്റെ അകത്ത് ചെയ്യാനായിട്ട് ഇത്തിരി പാടുണ്ട്. അപ്പോൾ നിങ്ങൾ നേരെ ജസ്റ്റ് പോയിട്ട് മംഗ്ലീഷ് കീബോർഡ് ഉണ്ട്,
മംഗ്ലീഷ് എന്ന് അടിച്ചാൽ മതി, മംഗ്ലീഷ് ഓൺലൈൻ. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇംഗ്ലീഷിലുള്ളത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എവിടെ അല്ലെങ്കിൽ ഇവിടെ. ഇപ്പോൾ അതുണ്ടല്ലേ, ഇതിന് നിങ്ങൾക്ക് ഇങ്ങനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ചെയ്യോ കട്ട് ചെയ്തോ അവിടെ കൊണ്ടുപോയിട്ട് നമ്മളെ ബ്ലോഗ് സ്പോട്ടിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ പേയ്മെൻറ്റ് മെത്തേഡ്സിലോട്ടാണ് അടുത്ത് പോകുന്നത്. മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിമം 15 ഈ ബ്ലോഗെങ്കിലും നിങ്ങൾ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 4ാമത്തത് ചെയ്തുകൊണ്ടിരിക്കണേ ഉള്ളൂ. 15 ബ്ലോഗെങ്കിലും ചെയ്തതിന് ശേഷം മാത്രമേ ഇത് ഈ ഏണിംഗ് സെക്ഷനിലോട്ട് നിങ്ങൾ പോകാവൂ. ഈ ഏണിംഗ് സെക്ഷനിലോട്ട് പോകുമ്പോൾ എന്താ ഗോ ടു ആഡ്സെൻസ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഗോ ടു ആഡ്സെൻസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ, അതായത് ആൾക്കാർ നിങ്ങളുടെ ഈ പോസ്റ്റ് കാണാനായിട്ട് വരുമ്പോൾ അവരുടെ സൈഡിൽ നമുക്ക് ഓരോ പരസ്യങ്ങൾ കാണാനായിട്ട് പറ്റും. ഓരോ കമ്പനിയുടെ നമ്മുടെ സൈറ്റിൽ ഓരോരോ പരസ്യങ്ങൾ കാണും. അപ്പോൾ പരസ്യ കമ്പനിക്കാരാണ് നമുക്ക് പൈസ തരുന്നത്. അതായത് ആഡ് റവന്യൂ പോലെ നമുക്ക് ആഡിൽ നിന്നാണ് നമുക്ക് പൈസ കിട്ടുന്നത്. അതായത് മനസ്സിലായല്ലോ. അപ്പോൾ നേരെ നിങ്ങൾ ഏണിംഗ് സെക്ഷനിൽ ഈ 15 എണ്ണം നിങ്ങൾ മിനിമം ചെയ്തതിന് ശേഷം ഗോ ടു ആഡ്സെൻസ് എന്നുള്ള ഓപ്ഷനിലുണ്ടാവും. എന്നെ ഒരു പ്രാവശ്യം റിജക്റ്റ് ചെയ്തു, എനിക്കിത് അറിയില്ലായിരുന്നു. ഞാൻ നേരെ എടുത്തിട്ട് മറ്റേ ആഡ്സെൻസിലോട്ട് പോയി കൊടുത്തു. അപ്പം എറർ ഉണ്ടായിരുന്നു. അപ്പം എനിക്കിവിടെ ലോ കണ്ടൻറ്റ് ഉള്ള സംഭവം എന്ന് പറഞ്ഞാൽ, ലോ കണ്ടൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള കണ്ടൻറ്റ്സ് കുറവാണ്. ഒരു മിനിമം 15 കണ്ടൻറ്റെങ്കിലും വേണം നിങ്ങൾക്ക് മിനിമമായിട്ട്. ഓക്കെ, ഇതിൻ്റെ അകത്ത് പിന്നെ മെയിനായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നേരെ സെറ്റിങ്സിലോട്ട് പോവുക. സെറ്റിങ്സിൽ പോയതിന് ശേഷം താഴോട്ടിങ്ങനെ സ്ക്രോൾ ചെയ്ത് വരും. സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് സെർച്ച് എഞ്ചിനിലോട്ട് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതായത് നമ്മളെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ സൈറ്റ് നമ്മുടെ സെർച്ച് എഞ്ചിനിൽ കാണിക്കണം. അതായത് പ്രൈവറ്റ് മോഡും ഉണ്ട്, നമുക്ക് എല്ലാവരെയും കാണിക്കണമെന്നുണ്ടല്ലോ. അപ്പോൾ അത് ഈ എവിടെ ഒരു ഓപ്ഷനുണ്ട്, അത് നിങ്ങൾ ഓണാക്കി ഇടണം. ഓക്കെ പ്രൈവസി ഇതാണ്ട. പ്രൈവസിയിൽ വിസിബിൾ ടു സെർച്ച് എഞ്ചിൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് അലോ സെർച്ച് എഞ്ചിൻസ് ടു ഫൈൻഡ് യുവർ ബ്ലോഗ്. ഇത് നിങ്ങൾ എപ്പോഴും ഓണാക്കി ഇട്ടിക്കുക. പിന്നെ അടുത്ത് നമ്മൾ നേരെ വീണ്ടും താഴോട്ടല്ല മുകളിലോട്ട് പോകുമ്പോൾ നിങ്ങളുടെ അഡൽട്ട് കണ്ടൻ്റ് ആണോ ഇടുന്നത്. അതായത് നിങ്ങൾക്കിപ്പം അഡൽട്ട് കണ്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എഡ്യൂക്കേഷൻസും അങ്ങനത്തെയൊക്കെ എഡ്യൂക്കേഷൻസൊക്കെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അഡൽട്ട് കണ്ടൻറ്റിൽ തന്നെ ഇടുക. ഓക്കെ, അങ്ങനത്തെ എഡ്യൂക്കേഷൻ ചെയ്യുകയാണെങ്കിൽ ആൾക്കാർക്ക് ഉപകാരമായിട്ടുള്ള എഡ്യൂക്കേഷൻസൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് അഡൽട്ട് കണ്ടൻറ്റിൽ ഇടുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബാൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അഡൽട്ട് കണ്ടൻറ്റിന് ആൾക്കാർ കൂടുതലാണെന്നറിയാമല്ലോ. പ്രത്യേകിച്ച് മലയാളികൾ ഭയങ്കര അഡൽട്ടാണ്. എന്ത് ചെയ്യേ, കുറേ മാമന്മാരൊക്കെ കിട്ടും. അപ്പം അത് നിങ്ങൾ ചെയ്താലും മതി, പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുവഴിയാണ് നിങ്ങൾക്ക് പൈസയൊക്കെ കിട്ടുന്നത്. അപ്പോൾ സ്റ്റാറ്റസ് എടുത്തു കഴിഞ്ഞാൽ സ്റ്റാറ്റസിലാണ് നിങ്ങൾ ഇവിടെ ഒരു അനലിറ്റിക്സ് എന്നാണ് അതിൻ്റെ കറക്റ്റ്. യൂട്യൂബിൻ്റെ ടൈംസിൽ പറയുകയാണെങ്കിൽ അനലിറ്റിക്സ്. അപ്പോൾ ഗൂഗിളിൻ്റെ എല്ലാം സ്റ്റാറ്റസ്. അപ്പോൾ ഓൾ ടൈം എനിക്ക് 5 വ്യൂസാണ് വന്നിട്ടുള്ളത്. ഈ 5 വ്യൂസും വന്നിരിക്കുന്നത് എനിക്ക് മറ്റേ ബട്ടർ ചിക്കനിൽ നിന്നാണ്. അപ്പോൾ ബട്ടർ ചിക്കനിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ആൾക്കാർ വന്നു. അപ്പം നമുക്ക് ആൾക്കാർക്ക് വേണ്ടത് എന്താണെന്ന് ചിന്തിച്ചതിന് ശേഷം നിങ്ങൾ ആൾക്കാർക്ക് വേണമെന്നുള്ള ഒരു ബ്ലോഗ് സ്പോട്ട് ഉണ്ടാക്കിയിടുക. അതായത് ബ്ലോഗ് ചെയ്യുക. ഞാനിപ്പോൾ റെസിപ്പി, നിങ്ങളിപ്പം കാറിൻ്റെ ആണെങ്കിൽ കാറ്, ബൈക്കാണെങ്കിൽ ബൈക്ക്, ക്രാഫ്റ്റിംഗ് ആണെങ്കിൽ ക്രാഫ്റ്റിംഗ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖലയിൽ നിങ്ങൾക്ക് ഇത് ചെയ്തിടാനായിട്ട് പറ്റും. അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് പണം ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇത് നമുക്ക് ഒരു 800 തൊട്ട് $1000 വരെ നിങ്ങൾക്ക് സമ്പാദിക്കാനായിട്ട് പറ്റും ഒരു മാസം. അപ്പോൾ $800 എന്ന് പറയുമ്പോൾ $800 ഇൻ റുപ്പീസ് നോക്കട്ടെ, 65,878 രൂപ. ഓക്കെ, ഒരു 60 രൂപയ്ക്ക് നമ്മൾ ഇതിനകത്ത് എല്ലാ ദിവസവും ഇടുക. ഓക്കെ, ഞാനിപ്പം എനിക്ക് സമയമില്ല ഒന്നാമത്തെ കാര്യം, അതുകൊണ്ട് എനിക്ക് ഇടാനൊന്നും പറ്റാത്തതുകൊണ്ട് ആണ് ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ ഇത് ചെയ്യാറുണ്ട്. നിങ്ങൾ മാക്സിമം എല്ലാ ദിവസവും ഇടാൻ നോക്കുക. അതായത് കറക്റ്റ് ഷെഡ്യൂളിലായിട്ട് ഇടണം. അതായത് ഇന്ന് രാത്രി ഇട്ട് കഴിഞ്ഞാൽ ഇന്ന് രാത്രി തന്നെ ഇടുക, അടുത്ത് നാളെ രാത്രി തന്നെ ഇടുക. നമ്മൾ ഇതിലോട്ടൊരു ആക്റ്റീവ് ആണെന്ന് നമ്മുടെ ഗൂഗിൾ ബ്ലോഗ് സ്പോട്ടിന് തോന്നിപ്പിക്കാൻ രീതിയിൽ നമ്മൾ ചെയ്യുക. എല്ലാ ദിവസവും രാത്രിയെങ്കിൽ രാത്രി, രാവിലെയെങ്കിൽ രാവിലെ ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്ക് ഇത് പ്രൈവറ്റ് ആക്കി ഇട്ടിട്ട് പിന്നീട് പബ്ലിഷ് ചെയ്താലും മതി. ഇതിൻ്റെ അകത്ത് കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ അതിലോട്ട് കയറുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ സൈറ്റ് പ്രവർത്തിക്കുന്നത്. അപ്പം നമുക്ക് വേണമെന്നുള്ള സമയത്ത് മാത്രം പബ്ലിഷ് ചെയ്താൽ മതി. നിങ്ങൾക്കിപ്പോൾ 30 എണ്ണം വേണമെങ്കിൽ ചെയ്ത് വെച്ചിട്ട് ഓരോ ദിവസം നിങ്ങൾക്ക് പബ്ലിഷ് മാത്രം ചെയ്യാം. വന്നിട്ട് ഡ്രാഫ്റ്റ് മാറ്റിയിട്ട് ഡ്രാഫ്റ്റ് ചെയ്ത് നേരെ അതിനെ പബ്ലിഷ് ആക്കിയിട്ട് പബ്ലിക് എന്ന് കൊടുത്തിട്ട് പബ്ലിഷ് ചെയ്യാം.
അങ്ങനെ നിങ്ങൾക്ക് ഈസി മെത്തേഡായിട്ട് ചെയ്യാം. അങ്ങനെ 30 ദിവസം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കുറച്ച് ട്രാഫിക്കുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതായത് ഞാൻ ഒരൊറ്റ പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ എനിക്ക് 5 വ്യൂസ് കിട്ടി. രണ്ടാമത്തേന് ആൾക്കാർക്ക് സെർച്ച് ചെയ്യുന്നില്ല. സെർച്ച് ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ട് ഇപ്പം മാക്സിമം ആൾക്കാർ മെഡിസിൻസിൻ്റെ പരമായിട്ടായിരിക്കും നോക്കണം. അതായത് ബ്ലഡ് ഷുഗറും ഞാൻ വർക്ക് ചെയ്യുന്ന മെത്തേഡ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ഷുഗറും അതൊക്കെ കുറയ്ക്കുന്നത്, ഹെൽത്ത് പരമായിട്ടുള്ള ആൾക്കാർക്ക് എന്താണോ വേണ്ടതെന്നുള്ളത്. അതായത് മിക്ക ആൾക്കാരും ആയുർവേദമായിട്ടുള്ളത്, പിന്നെ ഫെയർനെസ് ബ്യൂട്ടി പരമായിട്ട് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പം അമ്മൂമ്മമാരൊക്കെ പറഞ്ഞു തരില്ലേ, അതായത് മഞ്ഞൾ തേച്ചാൽ വെളുക്കും അങ്ങനെ. അപ്പം നിങ്ങൾക്ക് അവിടെ പറയാം മഞ്ഞൾ ആൻറ്റി ഏജിങ് മറ്റേ ഇതെന്ന് പറയാമല്ലോ, അതായത് നാച്ചുറൽ ആൻറ്റി ഏജിങ് പ്രോഡക്ട്സ്. അപ്പം നമുക്കവിടെ മഞ്ഞളിനെ ഇടാം, അല്ലെങ്കിൽ കഴിക്കാനുള്ള ആൻറ്റി ഏജിങ് ഫുഡ്സ് അതിടാം. പിന്നെ അങ്ങനെ ഹെൽത്തി ആയിട്ട് പരമായിട്ടുള്ളത്, അല്ലെങ്കിൽ പ്രായം എങ്ങനെ കുറയ്ക്കാം അങ്ങനത്തെ ഹെൽത്തി പരമായിട്ടുള്ളത്. പിന്നെ നമുക്ക് എന്തൊക്കെ ജീവിതത്തിൽ ചെയ്തുകൂടാ, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ പെറ്റ്സ്. ഇപ്പം പെറ്റ്സിനെ ഇഷ്ടപ്പെടാത്ത ആരുമില്ല. അപ്പം ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ചെയ്യുക. അതായത് പട്ടികൾക്ക് അതല്ലെങ്കിൽ പൂച്ചകൾക്ക് കൊടുക്കാൻ പാടില്ലാത്ത ഫുഡ്, കൊടുക്കാൻ പാടുള്ളത്, ഹെൽത്തി ആയിട്ടുള്ളത്. ഉദാഹരണത്തിന് പെഡിഗ്രി കൊടുക്കാമോ, അല്ലെങ്കിൽ പൂച്ചകളുടെ അക്രമാസക്തിയുള്ള സ്വഭാവം എങ്ങനെ മാറ്റാം. ഇങ്ങനെ നിങ്ങൾ ഓരോ കണ്ടൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സൈറ്റ് ഞാൻ വേറെ പരിചയപ്പെടുത്തി തരാം. നിങ്ങൾക്ക് അതുവഴി നിങ്ങൾക്ക് പണം ഉണ്ടാക്കാനായിട്ട് പറ്റും. അതായത് ക്ലിക്ക് ബാങ്ക് എന്ന് പറയുന്ന സൈറ്റ്. ആ ക്ലിക്ക് ബാങ്ക് എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ആ ഒരു സൈറ്റിൽ നിന്ന് നിങ്ങൾ ചെയ്യുന്ന ഒരു കണ്ടൻറ്റ് വെച്ചിട്ട് ആ പ്രോഡക്റ്റുകൾ നമ്മൾ ഈ ബ്ലോഗ് സ്പോട്ടിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഈ ബ്ലോഗ് വായിക്കുന്ന ഒരാൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒറ്റ സ്റ്റെപ്പിന് $120 തൊട്ട് ഒരു $200 റേഞ്ച് വരും നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്തു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, മടിച്ചിരിക്കുക, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് 1 മാസമൊക്കെ കഴിഞ്ഞിട്ട് ഈ വീഡിയോ കാണുന്നവർ താഴെ ഇതിൻ്റെ റിസൾട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. ഞാനും ഇപ്പോൾ ഇത് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ബൈ.